അപ്പാ ഈ ചേല മാറ്റിയേക്ക്. ആരെങ്കിലും കണ്ടാ കല്യാണ പെണ്ണാണെന്ന് വിചാരിക്കും. ரொம்ப അഴകായിരിക്കും കണ്ണ്. തുടങ്ങാം. എഴുന്നേൽക്കൂ. ശ്രീനി അതപ്പടി കൊടുക്കൂ. யாராவது ஒரு போட்டோ எடுங்களேன். வந்து எடு எடு. வா. எக்ஸ்கியூஸ் மீ. It's all right. Come this side. Be close. Basically, വിവരമില്ലാത്തോണ്ടാ. നിമിഷ, ഏയ് ഇവിടെ ആര്? ഒരു രഹസ്യം പറയട്ടെ. എനിക്കൊരാളെ ഇഷ്ടമാണ്. അതൊരിക്കലും രഹസ്യമാക്കി വെക്കരുത്. ഇഷ്ടപ്പെട്ട ആളോട് പരസ്യമാക്കണം. ശരിയാ, പക്ഷെ ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. ആളാരാ? ഇയാളറിയും. പറയടോ. നമ്മുടെ പട്ടര്. ശ്രീനി, ഇനി പറയാതിരിക്കുന്നതാ നല്ലത്. വൈകിപ്പോയി. എന്നാലും ഞാൻ പറയും. പ്ലീസ്, വേണ്ട. ഇഷ്ടമാണെന്ന് മാത്രം പറയും. നേരത്തെ പറയാറുന്നില്ലേ? ഇപ്പഴേ പറയാ. ശരിയാ, എന്താ എനിക്ക് നേരത്തെ ഈ ഇഷ്ടം തോന്നാത്തെ? ഇപ്പൊ പട്ടരെ നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോ മൂടി വെച്ച സ്നേഹം പുറത്തു വന്നു. ഇയാൾക്ക് ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ അറിയാം? എനിക്ക് പട്ടരെ അത്രയ്ക്ക് ഇഷ്ടാ. അത് ശരി. ഏയ്, ഹലോ. അപ്പ ഈ മേശയിലിടിച്ചിപ്പൊ കണ്ടുപോയ ഇനി ഇതിലെന്ത് പോവാനിരിക്കുന്നു? ഒന്നുമില്ല. ഈ മേശയെ തട്ടിയപ്പോഴാ ഓർത്തെ എന്റെ 6ാമത്തെ മോളെ. വല്ല ആശാരിയുടെയും കൂടെ ഒളിച്ചോടിക്കാണ്. വെരി കറക്റ്റ്. ഇത്ര കൃത്യമായ കണ്ടു. ഇതുവരെ സ്വാമി പറഞ്ഞ ഫ്ലാഷ് ബാക്കിന്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഈ കണ്ണാടിക്കാരൻ, കവർപ്പാൽ പാൽക്കാരൻ, പത്രം പത്രക്കാരൻ, പൈപ്പ് പ്ലംബർ, കണക്ക് സാർ, മേശ ആശാരി. ഡ്രസ്സിംഗ് ടേബിൾ ഞാൻ വന്നവന് അവൻ എന്റെ മകളെ ശരിക്കും ഡ്രസ് ചെയ്തു. എന്റെ സ്വാമിയുടെ ഓരോ കഥ കേട്ട് ഞാൻ ഒരു വഴിയായി. എല്ലാം ഓരോ ഭാഗ്യവാന്മാര് സ്വാമിയുടെ മക്കൾ അടിച്ചോണ്ട് പോയ കഥകള്. എനിക്ക് എപ്പോഴാ കീർത്തനം വായിക്കാൻ ഒരു അവസരം ഒരുക്കി തരുന്നത്? ആദ്യം നിന്റെ ഡ്യൂട്ടി മര്യാദക്ക് ചെയ്യും. ഞാൻ 24 മണിക്കൂറും സ്വാമിയുടെ മകളുടെ ഓരോ ചെയ്വനകള് രഹസ്യമായി നോക്കിക്കൊണ്ടിരിക്കുക. ഇനി എപ്പോഴാ ഞാനൊന്ന് ഒറ്റയ്ക്ക് BP വായിക്കുന്നത്? നോക്ക്, ഇവിടെ നടക്കേണ്ട സമയത്ത് നടന്നിരിക്കും. മനസ്സിലായോ? ഞാൻ പറഞ്ഞോട്ടെ, എത്ര കണ്ണിൽ എന്നെ ഒഴിച്ച് നോക്കിയാലും ഓടേണ്ട സമയത്ത് ഓടിയിരിക്കും. ഒന്നുമില്ല, ആ കണ്ണട എടുത്ത് മൂക്കി വെക്ക. ഇപ്പൊ എന്നെ കാണാമോ? എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പോവേ. ஐயோ தங்கவேலி ஒண்ண இது கண்டா அவ்வளவுதான். അതുക്കെന്നെ ഈ ശ്രുതി ഇടുന്നു, ഞാൻ ശ്രുതി ചേർക്കുന്നു. അவ்வளவுதானே. വാസുവണ്ണ എത്ര പെട്ടെന്നാ ശ്രുതി ചേർക്കുന്നേ. എനിക്ക് ശ്രുതി ചേർക്കാൻ അറിയില്ലെന്നാ തങ്കവേലി ഒണ്ണ சொல்றாரு. പക്ഷേ രമണിയുടെ ശ്രുതിക്ക് അയാൾക്ക് ചേർക്കാമല്ലോ. என்ன பண்ண போற? அப்புறம் இந்த தகல இருக்குல்ல, அது அப்படியே மடியில மெதுவா அப்படி போடு. ஆமா, இப்ப பாரு. அப்புறம் அப்படின்னு போடு. சரி, தெரியும். இத பாரு. ரெண்டு போடு. 3. இத பாரு. 4. இனி 4.
ശ്രുതി மாதிரி இருக்குல்ல? ஐயோ வேணாம், ஒரு சுதியும் வேணாம், எதுவும் வேணாம். நீ வச்சுக்கோ தவில. நல்லா கத்து கொடுக்குறேம்மா. உட்காரு உட்காரு. என் சுதி யாரு கூடயும் சேராது. உட்காரு. ஐயோ நான் எதுவும் தப்பா பண்ணல, ஸ்ருதி சேர்த்துட்டு இருந்தேன். Lots of fun. ശരിക്കും. Right. இங்க எல்லாம் ரெடி. வாங்கோ சாப்பிடுங்கோ போங்கோ அவ்வளவுதான். அப்ப எல்லாரும் விളിക്കാലോ? ஓகே. என்ன இல்லையா? ஒரு நிமிஷம். இந்த பழத்தை சாப்பிடுங்க, தொண்டையும் கிளியர் ஆயிடும், சப்தமும் கரெக்டா வந்துடும். சாப்பிடுவோம். இறக்குங்க இறக்குங்க. ഹലോ, ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. പ്രതീക്ഷിച്ചത് നേരത്തെ മാരോ എത്തി. സന്തോഷം. ഈ പരമേശ്വരൻ ആള് വളരെ സ്ട്രൈറ്റ് ആകട്ടോ. അതുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് നേരെ അങ്ങ് വഴുതി വീഴാം. നോക്കി, നല്ല നിലാവുള്ള രാത്രിയാ. ചെറിയ തണുപ്പ് തോന്നില്ലേ? പുറത്ത് നല്ല സംഗീതം. ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? നിക്ക്. ഈ പരമേശ്വരൻ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ ഉടനെ അത് കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ അപ്പ പരമേശ്വരൻ ഇടയും. സാധാരണ ഞാൻ ഈ ഓപ്പോസിറ്റ് കക്ഷിയുടെ അനുവാദം ഒന്നും ചോദിക്കാറില്ല. ഇത് പിന്നെ ശ്രീനിയുടെ കൂട്ടുകാരിയല്ലേ, അതുകൊണ്ടൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. റെഡിയല്ലേ? അല്പം മീനായിട്ടുള്ള കാര്യമാണ്, പക്ഷെ എന്ത് ചെയ്യാം, പരമേശ്വരൻ ആഗ്രഹിച്ചു പോലെ. പ്ലീസ് വെറുതെ ബഹളം ഉണ്ടാക്കരുത്. വെറുതെ ആളുകൾ അറിയിക്കണ്ട. പറഞ്ഞു നല്ല കുട്ടിയായിട്ട് നിൽക്കുക. മാപ്പിള എന്തിനാ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നത്? എന്തിനാ ഇങ്ങനെ പൊസസീവ് ആവുന്നത്? പരമേശ്വരൻ, മാപ്പിളെ ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഒന്ന് കണ്ണടച്ചാൽ മതി, സംഗതി ക്ലീൻ. മര്യാദയ്ക്ക് സംസാരിക്കണം. ഇയാൾക്ക് നിന്നോട് ഇത്ര ഫീൽ ചെയ്യാൻ? ഇതെന്താ ഇയാളുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. അവളെ പറ്റി അനാവശ്യം എന്തെങ്കിലും ഇവൻ എന്താ ചെയ്തതറിയോ? മോളെ എടുക്കടി, നമുക്ക് പോവാം. കല്യാണമൊക്കെ അവര് നടത്തിക്കോളും. ഞാൻ വരുന്നില്ല. നിങ്ങളുടെ ഈ ഗതികേട് ലോകത്ത് ഒരു സ്ത്രീക്കും വരരുത്. തള്ളേ സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. അണ്ണാ, നൈറ്റ് പാക്കലാമാ? ഇന്നോ? അന്ന് എന്നെ ചതിച്ചു. ഇന്ന് ചതിക്കില്ല. സത്യമായിട്ടും അണ്ണാ, അണ്ണനെ കണ്ടത് മുതൽ ഞാൻ ആകെ ഇളകിപ്പോയി. എന്റെ കൈയും കാലും നിലത്ത് ഉറയ്ക്കണ പോലും ഇല്ല. ഇന്ന് രാത്രി ഉറപ്പിക്കാം. അണ്ണൻ വിചാരിച്ച ഉറയ്ക്കും. ദേ, കൃത്യം 12 മണിക്ക് വരുമ്പോ മറക്കാതെ എടുത്തോണ്ട് വരണം. എന്ത്? പോ അണ്ണാ, ഒന്നും അറിയാത്തതുപോലെ. അതില്ലാതെ ഞാനിങ്ങനെ അരങ്ങേറുന്നത്. അത് റെഡിയാക്കി കൊണ്ടുവരണം. ഏത് അരങ്ങേറ്റോ? അരങ്ങേറ്റോ? അതിന്
ദേ ഇത്. ഓ ഇതോ? അന്ന് എന്നെ കളിപ്പിച്ചു, ഇന്നെന്നെ കളിപ്പിക്കല്ലേ. രാത്രി വരുമ്പോ ഇത് കൂടാതെ. ഏത് കൂടാതെ? ഈ തവില് കൂടാതെ. അപ്പൊ തകില് കൊണ്ടുവരണോ? പിന്നെ ഒരു ഗ്ലാസ് പാലും. തവിലും പാലും കൊണ്ടുവരണോ? ഇന്ന് അരങ്ങേറ്റോ. കളിച്ചു കളിച്ചു ക്ഷീണിക്കുമ്പോ എനിക്ക് കുടിക്കാനാ. പോട്ടെ എന്നാ. എന്നാച്ചു സ്വാമി? കുഞ്ഞ് പറ്റോ? എന്താ കുഞ്ഞോ? മധുരോ? പോയോ? ഒളിച്ചോടിയോ? നടന്നു പോയോ? 3 പേര് ബാലസ്വരം തകില് പോകുന്നോ? മധുരം ആഹാ, അണ്ണ നേരത്തെ വന്നോ? എപ്പോഴേ ഞാൻ അങ്ങനെ, പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ കുറച്ച് നേരത്തെ വരും. അകത്തോട്ട് വരട്ടോ? അയ്യോ, ഇവിടെ 2 പേർക്കുള്ള സ്ഥലമില്ല. അണ്ണനെ ഒന്ന് പിടിച്ചേ. അണ്ണന് ധൃതിയായോ? ആ ഞാൻ പറഞ്ഞത് കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ നല്ല ശ്രുതിശുദ്ധമായ 1-ാം തരം നാദസ്വരമാണ് കൊണ്ടുവന്നിരിക്കുന്നേ. അരങ്ങേറ്റമല്ലേ? ആരടാ അത്? എടാ ആഹാ. സോറി, ഞാനിപ്പോ വരാട്ടോ. എടി മധുരം, ഏ, ആര്? അപ്പവാ. പുറത്തിറങ്ങി വാടി. നാളെ കേട്ടോളെ, ഒരു പുട്ടോളെ. അപ്പ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഓഹോ, ഞാൻ ഇവിടെ വന്ന് നിനക്ക് ശല്യല്ലേ? ഓടിപ്പോയതിന്റെ ചേച്ചിമാരില്ല, ഒന്നുമില്ലല്ലോ, തുണി കൊടുത്തിട്ടാ പോയത്. നീ തുണിയും കൂടെ കൊടുക്കാതെയാണോ പോവാളെ ഭാവം? ഏറണ കേട്ടോളെ. എവിടെയാണ് നിന്റെ രഹസ്യ കാമുകന്മാര് 3 എണ്ണം? എന്താണ് ഈ വേഷത്തിൽ? ഭരതനാട്യ അരങ്ങേറ്റത്തിന് ഈ വേഷമല്ല അച്ഛ വേണ്ടത്. അതിന് അച്ഛൻ എന്തിനാ എന്നെ ചീത്ത വിളിക്കുന്നത്? ഇതാണോ ഈ നിന്റെ അരങ്ങേറ്റം? എടി കഴുതേ, ഈ ചെറ്റകളോട് എന്തേലും ഉദ്ദേശം എന്താ നിനക്ക് അറിയോ? പറഞ്ഞു കൊടുക്ക സാമി. എന്താ അത്? ദേശിവാളി. എന്റെ ഭഗവതി, എന്റെ അരങ്ങേറ്റം കഴിയാതെ ഈ ചിലങ്ക ഞാൻ അഴിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇത് സത്യം, സത്യം, സത്യം. മധുരാമ്പൽ കലക്കി. പക്ഷേ ആ തമ്പിയുടെ കാര്യം ഓർക്കുമ്പോഴാ. ഏതായാലും നമുക്കൊന്നും ഇല്ലാത്ത ധൈര്യം ഇവർക്കുണ്ടല്ലോ. അത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. ஏண்டா அம்பி, உனக்கு இங்க என்ன வேலை? ஏண்டியம்மா, கல்யாண பண்ண ரூமுக்குள்ள இருக்க கூடாதோ? ரொம்ப அழகா இருக்கு. എന്തൊരു കിടപ്പാ ഇത്. കടത്തിനേല് പിച്ചക്കാരി കിടക്കുന്ന പോലെ ഉണ്ട്. എക്സാക്ട്ലി കറക്റ്റ്. കല്യാണം കഴിഞ്ഞ് ജീവിതം കുത്തുവാളയെടുത്ത് അമ്മ എന്നും പറഞ്ഞ് തെണ്ടി കിടക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. ഭാവിയിൽ അങ്ങനെ വല്ലതും ഉണ്ടായാൽ ഒരു ട്രെയിനിങ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടുള്ള ഒരു റിഹേഴ്സലാണ് ഈ ചടങ്ങ്. ഹൗ വണ്ടർഫുൾ. ഇങ്ങനൊരു ചടങ്ങ് ആദ്യമായിട്ട് കാണുക. എന്ത് ശ്രീനി ഇത്? ഫ്രണ്ട്സ് വന്ന് ഡൗട്ട് ചോദിക്കുമ്പോ ഇങ്ങനെ കളിയാക്കാണ് വേണ്ടത്. കോഫി. പാര്, ഇത് ബ്രഹ്മചര്യ വ്രതത്തിന്റെ ഒരു ഭാഗം താ. പരദേശി കോലം എന്ന് കേട്ടിട്ടുണ്ടോ? കാശി യാത്ര എന്നും പറയും. കല്യാണ പയ്യൻ വന്ന് കൊടയും വടിയെടുത്ത് കാശിക്ക് പോകുമ്പോ പൊണ്ണോടെ അപ്പാ വന്ന്, അതാവത് ഞാൻ, നീ കാശിക്ക് പോവാ വേണ്ട, എൻ പൊണ്ണെ അവനക്ക് കല്യാണം പണി കൊടുക്കറേ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരും. നാളേക്ക് ഇവരിതെല്ലാം കാണാൻ പോകുന്നതല്ലേ? ഓ, ഈ
7 ദിവസത്തെ ചടങ്ങുകൾ കഴിയുമ്പോഴത്തേക്ക് എന്റെ കട്ടയും പടവും മടങ്ങുമല്ലോ ഗുരുവായൂർ. ആ എന്നെ എനിക്കൊരു സന്ദേഹം. കേള്. വാ പെണ്ണിനെ തരാന്ന് പറഞ്ഞ് വിളിക്കുമ്പോ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നേരെ കാശിക്ക് പോയ ആരെങ്കിലും ഉണ്ടോ? ഓ அப்படி ஒண்ணு இவனோட அப்பா சொல்லி நான் கேட்டிருக்கேன். அவன் ஒரு திருநெல்வேலி பையன், கடுப்பக்காரு. വിളിച്ചിട്ടും കേക്കാമേ அப்படியே നടന്ന് കാശി വരെയും പോയി കളഞ്ഞു. പിന്നീടല്ലേ അറിഞ്ഞത് അവൻ ഏതോ ഒരു പെണ്ണിനെയും കൂട്ടി ഒളിച്ചോടി പോയതാണെന്ന്. പത്മനാഭാ, കാപ്പി എടുക്കും മാമി. അപ്പൊ വേണമെന്ന് വെച്ചാ അങ്ങനെ ചെയ്യാനും മാപ്പിളയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലേ? ഞാൻ കാശിയിൽ വെയിറ്റ് ചെയ്യണോ? ചുമ്മാ പറഞ്ഞതാ ഭട്ടരെ, കിടന്നോ. ഒരു വട്ട് കേസ്.